പായൽ ഇഷ്യൂ ഗൈസ്. അത് ഈ ഇപ്പോഴത്തെ കാലത്തുണ്ടല്ലോ, ഞാൻ അത് കഴിഞ്ഞ വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാമാനം എയും കുണ്ണയൊക്കെ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇതാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് വീഡിയോ എടുത്തു വെച്ച് അതിൽ ഏറ്റവും വലിയൊരു ഇത് ഉണ്ടാവും, പുള്ളിക്കാരുടെ ഒരു ഫേക്ക് വീഡിയോ ഇറങ്ങി കേട്ടാ. ഈ വീഡിയോ ഇറങ്ങിയതിനകത്ത് ഇത് അപ്ലോഡ് ചെയ്യുന്ന കുറേ വാണ പേജുകളുണ്ട്. ഈ പേജുകളിൽ അവന്മാർ അതിനകത്ത് ഒരു ബോട്ടും കൂടെ ആഡ് ചെയ്യും. എന്താണെന്നറിയോ? നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഇൻബോക്സിൽ ലിങ്ക് അയച്ചു തരാം, കോപ്പ് അയച്ചു തരാം, അത് അയച്ചു തരാം. അത് കണ്ടുകൊണ്ട് ലിങ്ക് 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 എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടാൻ കുറേ വാണ കണ്ടികളുണ്ട്, മനസ്സിലായ? ഫ്രസ്ട്രേറ്റഡ് ഫുണ്ടകൾ. അതിനി റിയൽ ആണോ? ഇപ്പം ഞാൻ എക്സാമ്പിൾ നിങ്ങളടുത്ത് പറയാം. ഈ തുണ്ട് കാണുന്നത് ഇതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ നമ്മുടെ നാട്ടിൽ ഈ ഇതേലത്തെ പോലത്തെ വെബ്സൈറ്റുകളൊക്കെ ബാൻഡാ. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, ഇപ്പോൾ ഒരു പോണ ആക്ട്രസോ അല്ലെ ആ ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കാണുന്നതിനോ ഒന്നും ഇത് പറയാനോ ഒന്നും ഇവിടെ കൺട്രോൾ ചെയ്യാനോ ഒന്നും ആരുമില്ല. പക്ഷേ ഇങ്ങനെ ഒരാളുടെ സാധനം ഇറങ്ങുക നാളെ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ആലോചിച്ചു, ഡ്രീമർ ഗത പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ വെച്ചുണ്ടാക്കി ഇപ്പോൾ വരുവാന്ന് വിചാരിച്ചാൽ നിങ്ങളത് ഉടനെ ഡ്രീമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കാതെ നിങ്ങൾ ചാടിക്കേറി അത് ഷെയർ ചെയ്യരുത്. അത് ചെയ്യരുത്, അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ പറയണേ. എല്ലാം രണ്ട് സൈഡ് നിങ്ങൾ നോക്കട്ടെ. പുള്ളിക്കാരി ഇപ്പോൾ ലീഗലി മൂവ് ചെയ്യുകയാണെന്നൊക്കെ പറയണുണ്ട്. അപ്പോൾ ഓരോരുത്തന്മാർ എടുത്ത് വെച്ച് കളിക്കുന്നവന്മാരൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഷെയർ ചെയ്യണവന്മാരൊക്കെ ആയിരിക്കും ഏറ്റവും എടുത്ത് വെച്ച് പോകണം. അങ്ങനെ വന്ന് എല്ലാവരെയും പൊക്കുമെന്നൊന്നും അല്ല ഞാൻ പറയണം. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ നോക്കി ചെയ്യുക. പിന്നെ നിങ്ങൾ ഇൻ കേസ് ഒന്ന് ആലോചിച്ച് നോക്കുക കേസ്, നമ്മുടെയൊക്കെ വീട്ടിലെല്ലാവരും ഇങ്ങനെ ഉള്ളതല്ലേ. ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നുവെച്ചാൽ വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ബോയ് ഫ്രണ്ടിനോടും എല്ലാവരുടെ ബോധിപ്പിക്കേണ്ട അവസ്ഥ വരും, മനസ്സിലായ? അതൊരു ഭയങ്കര സാധനമാണ്. എലോൺ മസ്ക് ഒക്കെ പറഞ്ഞ കാര്യം എക്സാക്ട്ലി കറക്റ്റാണ്, ഓൺ പോയിന്റ് സാധനമാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറാണ്. നമുക്ക് കുറേ കാര്യങ്ങളിൽ ഹെൽപ്ഫുള്ളാണ്, അത് ശരിയാണ്. പക്ഷേ ഈ പറയണ സാധനമാണ് പറ്റാത്തത്. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് ഡ്രീമർ ലിങ്ക് ഞാൻ പറഞ്ഞാടാ. അത് ശരിക്കും ഇപ്പൊ കുറെ പേരെ അഫക്ട് ചെയ്യണ കാര്യമാണ്. ഇതിൽ നമ്മുടെ ഇവിടെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന കുറെ പേര് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ ഒന്നുകൂടെ പറയാം, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ സാധനം നിങ്ങളെല്ലാം ഒന്ന് ഓർത്തിരുന്നു. ഞാൻ ഇപ്പോഴും പറയുവാണേ, നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടാവും, സെലിബ്രിറ്റി സ്റ്റാറ്റസോ അല്ലെങ്കിൽ 4 പേര് അറിയാവുന്നവരുടെ ഡീപ്പ് ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ടെലഗ്രാമിൽ കിടന്ന് ഓടുന്നുള്ളൂ എന്ന്. അത് വെറും തെറ്റിദ്ധാരണയാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ബ്രോ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ആളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്തത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് റിപ്ലൈ ചെയ്താണ്, ചേട്ടാ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, എൻ്റെ സ്വന്തം ചേച്ചിയുടെ ഫോട്ടോ പുള്ളിക്കാരിക്ക് ഒരു ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പ്രൊഫൈലിൽ നിന്നാണ്. പുള്ളിക്കാരിക്ക് ഇൻസ്റ്റഗ്രാമിൽ 100 ഫോളോവേഴ്സേ ഉള്ളൂ, 100 ഫോളോവേഴ്സ്. പുള്ളിക്കാരൻ്റെ പ്രൊഫൈലിൽ നിന്നാണ് ഫോട്ടോ എടുത്തേക്കുന്നത്. അത് ഡീപ്പ് ഫേക്ക് ആയിട്ട് പക്ക നേക്കഡായിട്ട് വന്ന് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കാണുമ്പോഴേ അതിൻ്റെ വിഷമം മാത്രം മനസ്സിലാവും. ഗൈസ്, ടെലഗ്രാമിൽ ബോട്ട് വെച്ച് ഇത് ചെയ്യുന്ന കുറേ കുണ്ണകളുണ്ട്, തന്തയില്ലാത്തവന്മാർ, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ വെറുതെ ഒരു ഫോട്ടോ അവിടെ കൊണ്ട് കൊടുക്കുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറയുന്നത് ചിലപ്പോൾ ഇവന്മാർക്ക് എക്സ്പോഷർ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുക, അത് ഫേസ് ചെയ്യാൻ പ്രിപ്പയർ ആയിരിക്കണം. നേരെ ചാടിക്കയറി അവിടുത്തെ ചൂടാവോ സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കാതെ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കണം ഓരോ കുണ്ണങ്ങൾ, പറയാതിരിക്കാൻ വയ്യ. ഇവന്മാർ ആ ബോട്ട് വെച്ചിട്ട് വെച്ച് ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ആയിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്, ഓരോരുത്തന്മാർ എൻജോയ് ചെയ്യുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകിലാണ്. ഞാൻ കുറേ കുറേ ആൾക്കാർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ ഇതുവരെ ഒരു ഇത് സംഭവിച്ചിട്ടില്ല. നോക്കാം, നിങ്ങൾക്കൊക്കെ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഇത്. കാരണം ഇപ്പം എൻ്റെ പ്രൊഫൈലിൽ നിന്നും എൻ്റെ വൈഫിൻ്റെ പ്രൊഫൈലിൽ നിന്നും ഒക്കെ അവരുടെ സ്വന്തം ഫോട്ടോ എടുത്തിട്ട് ഇത് കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ മാത്രമെന്നല്ല, ഇപ്പോൾ നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാർ, അതുപോലെ അല്ലാതെ ക്രിയേറ്റേഴ്സായിട്ട് വീഡിയോ ചെയ്യുന്ന അങ്ങനത്തെ കുറേ പേരുടെ ഈ സാധനം ചെയ്യുന്നുണ്ട്. നമുക്ക് തടയാൻ വലിയ മാർഗ്ഗങ്ങളൊന്നും ഇല്ലടാ ഇവിടെ. അൺടിൽ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഈ AI വെച്ചിട്ടോ അല്ലെങ്കിൽ ടെലഗ്രാം എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളിൽ കൺട്രോൾ കൊണ്ടുവരുന്നത്. ഒന്നും ബാൻ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ആക്സസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കൊണ്ടുവരണം, അത്രേ ഉള്ളൂ.